നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു മുതലാളിയും അല്ലെങ്കിൽ ഒരു തൊഴിലാളിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. അതായത് എനിക്ക് ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അത്യാവശ്യമായിട്ട് ഏറ്റവും ട്രാവൽ ബാഗ് മേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഒന്നല്ല, 1-2 ട്രാവൽ ബാഗ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ തൊട്ട് പല വഴിക്ക് ഇറങ്ങിയാണ്, പല കാര്യങ്ങൾക്ക് പോയാണ്. ഏകദേശം ഒരു 8:50 ആയപ്പം, വൈകിട്ട് രാത്രിയിൽ ഒരു 8:50 ആയപ്പോൾ ഞാൻ ഒരു സിറ്റിയിൽ ഒരു ടൗണിലുള്ള ഒരു വളരെ ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബാഗിൻ്റെ കടയിൽ, അവരുടെ തന്നെ സ്വന്തം കടയാണ്, ആ കടയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം അവർ ഓൾറെഡി ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ബില്ലൊക്കെ ചെയ്ത് അവർ പോയി. നമ്മൾ ആ സമയത്ത് ബാഗൊക്കെ നോക്കി. അപ്പോൾ എൻ്റെ അടുത്തേക്ക് അവിടുത്തെ പയ്യൻ വന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ എനിക്കിതൊരു ബാഗ് വേണം. അപ്പോൾ അവരെ ബാഗ് കാണിക്കാൻ, അതാണ് ഞാൻ ചോദിച്ച ബാഗ് ഇതാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആ പയ്യൻ പറഞ്ഞു, സാർ കട ക്ലോസ് ചെയ്യാൻ സമയമായി, കാരണം 9 മണിയായി, എല്ലാം ക്ലോസ് ചെയ്യാണ്. അപ്പം സാറ് എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കണം, ഇല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാനപ്പം പറഞ്ഞു, ഓക്കെ എൻ്റെ ഫാദറും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കങ്ങ് പോവാം, അല്ല പിന്നൊരു ദിവസം ഇറങ്ങിയിട്ട് ബാഗ് നോക്കാം, ധൃതി പിടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് എൻ്റെ വണ്ടിയിലോട്ട് പോകാൻ തുടങ്ങുമ്പം ഈ കടയോട് ചേർന്ന് വേറൊരു കടയുണ്ട്. അവിടുത്തെ കടയിലെ ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കട ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതൊരു പെട്ടിക്കടയാണ്. അപ്പോൾ നമ്മൾ ആ കടയിലോട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു സെക്കൻഡ് ഒന്നിങ്ങനെ നോക്കിയാൽ, ഓക്കെ ഇവിടെ ഒരുപാട് ധാരാളം പെട്ടികളുണ്ടല്ലോ എന്ന്, ബാഗുകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ എന്ന് നോക്കിയപ്പം ആ കടയിലെ വ്യക്തി ചോദിച്ചു, നിങ്ങൾക്ക് സാധനം വേണ്ടിയിട്ടാണോ എന്ന്. അപ്പോൾ അയാൾക്ക് ഒരു ഉറപ്പുമില്ല നമ്മൾ അവിടെ നിന്ന് സാധനം മേടിക്കാൻ സാധ്യതയുണ്ടെന്നൊന്നുമില്ല. ചോദിക്കുമ്പോൾ നോർമൽ ഒരു കസ്റ്റമർ വരുന്ന പോലെ തന്നെ അയാൾ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ക്ലോസ് ചെയ്തോ? അപ്പോൾ കട ക്ലോസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കട ഇപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്തേ ഉള്ളൂ, അപ്പോൾ എന്തെങ്കിലും വാന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഞങ്ങളെ വിളിക്കുകയും ലൈറ്റെല്ലാം ഓൺ ചെയ്യുകയും ഞങ്ങളെ സാധനങ്ങളൊക്കെ കാണിക്കുകയും ചെയ്തു. ഈ സമയത്ത് തൊട്ടപ്പുറത്തെ കടയിലെ, അതായത് ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള ബ്രാൻഡഡ് കമ്പനി കടയിലെ അയാൾ കട പൂട്ടിയിട്ട് അവരെ പയ്യനങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങൾ ഈ കടയിൽ ഒരു 3/4 മണിക്കൂറോളം നിന്നു. നമുക്ക് ആവശ്യമുള്ള 2-3 പെട്ടി അവിടെ നിന്ന് എടുത്തു. അദ്ദേഹം രണ്ടാമത് PC എല്ലാം ഓൺ ചെയ്ത് നമുക്ക് പ്രിൻറ്റും മറ്റ് കാര്യങ്ങളെല്ലാം തന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പുറത്തെ കടയിലെ തൊഴിലാളിയാണ്, അവൻ കൃത്യസമയം പാലിക്കും. കട തുറക്കാൻ ചിലപ്പോൾ താമസം നിന്നാലും കട അടയ്ക്കാൻ കൃത്യസമയം പാലിക്കും. ഇപ്പുറത്ത് ഇരിക്കുന്നത് മുതലാളിയാണ്. അയാൾക്ക് ഒരു പെട്ടി പോയെങ്കിൽ അയാൾക്ക് കച്ചവടം, അയാൾക്കല്ലെങ്കിൽ ആ ഒരു കട വച്ചേക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ. ആറ്റിറ്റ്യൂഡുകളുടെ വ്യത്യാസമാണ്. അതുകൊണ്ട് എന്താ പറ്റി, അദ്ദേഹത്തിൻ്റെ